ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനോടന്ന കാര്യമൊന്നും ഭാമി അറിയരുത്. നമ്മളൊന്നും സംസാരിച്ചൊന്നും പറയണ്ട. നീ നിന്റേതായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഭാമ ഇങ്ങോട്ട് പറഞ്ഞോളും. അച്ഛനറിയാലോ, ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അമ്മയിട്ട് വലിയ സ്നേഹത്തോടെ അങ്ങോട്ട് പോവുക. ഇനിയിപ്പോ അത് ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വരുമോ? അങ്ങനൊന്നും ഉണ്ടാവത്തില്ലടാ. ഇപ്പൊ നിന്നെ ഞാനാ ഇങ്ങോട്ട് വിളിച്ചെങ്കിലേ നിന്നെ ഒന്ന് കാണാൻ മനസ്സുകൊണ്ട് അവൾ ആഗ്രഹിക്കുന്ന സമയമാ. എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ കരുതി വെച്ചിട്ടുണ്ടെങ്കിലേ എല്ലാം ഇങ്ങോട്ട് പോരട്ടാ. നീ എപ്പോ വന്നു? ഞാൻ പോകുന്നുള്ളൂ. എന്നാ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അല്ല, ചായ ഒന്നും വേണ്ട, എനിക്കൊരു ഗ്ലാസ് വെള്ളം മതി. എന്തായാലും നീ ഇരിക്കേ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലടാ ഭാമ മാറിയെന്ന്. ഇല്ലെങ്കിൽ നിന്റെ മറുപടിക്ക് പഴയ ഭാമ ആയിരുന്നെങ്കിലേ എന്തായിരിക്കും മറുപടി വരാൻ അറിയുവോ? അതെന്താടാ എന്റെ കൈ കൊണ്ടുണ്ടാക്കി ചായ കുടിക്കലെന്നേ നിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടോ എന്ന്? അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഭാമ പൂർണ്ണമായും മാറിയെന്ന്. നിന്നോടെ അവൾക്ക് എന്നേക്കാൾ കൂടുതൽ കാര്യം പറയാനും ഉണ്ട്. എന്താ, വന്നപ്പോ മുതൽ തുടങ്ങിയതാണല്ലോ അച്ഛന്റെ ഈ രഹസ്യം പറച്ചില്. എന്താ കാര്യം? അല്ല, അച്ഛൻ പറയുന്നേ ഞാനെന്തിനാ മറ്റൊരു വീട്ടിൽ പോയി താമസിക്കുന്നത്, ഇവിടെ താമസിച്ചാൽ മതിയില്ലെന്നൊക്കെയാ. അത് അച്ഛൻ പറയുന്നതിലും കാര്യമില്ലേ? നിനക്ക് ഇവിടെ താമസിക്കാലോ. ആരും നിന്നെ വഴക്ക് പറയാൻ പോകുന്നില്ല. പ്രായമായ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നീ തന്നെയല്ലേ? ശരിയല്ലേടാ? നീയല്ലേ ഞങ്ങളെ നോക്കണ്ടേ? നീ ആലോചിക്കേ, എന്നിട്ടൊരു തീരുമാനം പറ. ഇതിങ്ങനെ ഒരു മാറ്റമില്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഞാനിപ്പോ എന്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞാണല്ലോ. പിന്നെ ഭാര്യയും മോളും അവരവിടെ ഒറ്റയ്ക്കായിട്ട് എനിക്കിവിടെ ഒന്നും താമസിക്കാൻ പറ്റില്ല. അതിന് നിന്നെ മാത്രമല്ല ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. എടാ, നിന്റെ ഭാര്യയെ മോളെയും കൂടെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നേ. പക്ഷെ അത് അമ്മ പറയുന്നില്ലല്ലോ. എടാ, അത് നിന്റെ അമ്മ സമ്മതിച്ചോണ്ടില്ലേ നിന്നോട് ഇവിടെ ഒന്ന് താമസിക്കാൻ പറഞ്ഞത്? അല്ലാതെ കല്യാണം കഴിച്ച മോനോട് ഒറ്റയ്ക്കൊന്ന് താമസിക്കുക ഏതെങ്കിലും അമ്മ പറയുമോ? ഇല്ലല്ലോ പിള്ളേ, ഒരിക്കലും ഇല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ ഒരു തീരുമാനം ഞാൻ പറയാം. അച്ഛനും അമ്മയും കൂടി നമ്മുടെ പഴയ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ വരാം. ഞാനും ശാലിനിയും കുട്ടികളും നമുക്കെല്ലാവർക്കും കൂടി അവിടെ നിൽക്കാം.